നമസ്കാരം, നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കൂടെയുണ്ടാകും, വിഷമിക്കേണ്ട, പരിഹാരം ചെയ്യാം. ഭർത്താവും വീടും നഷ്ടപ്പെട്ട സന്ധ്യയ്ക്ക് താങ്ങായി മമ്മൂട്ടി. അടിമാലിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഭർത്താവിനെയും വീടും നഷ്ടപ്പെട്ട സന്ധ്യയ്ക്ക് താങ്ങായി നടൻ മമ്മൂട്ടി എത്തിയിരിക്കുന്നു. മണ്ണിടിച്ചിലിൽ ഇരുകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവുകൾ മുഴുവനും നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നു. 38 ദിവസത്തെ തീവ്ര ചികിത്സയ്ക്ക് ശേഷം ഇന്ന് രാജഗിരി ആശുപത്രിയിൽ നിന്ന് സന്ധ്യ ഡിസ്ചാർജ് ആയി. ആശുപത്രിയിൽ നിന്ന് പോകും മുന്നേ സന്ധ്യയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് സമാധാനിപ്പിക്കുകയായിരുന്നു മമ്മൂട്ടി. ചികിത്സ കഴിഞ്ഞ് പോകും മുന്നേ മമ്മൂട്ടിയോട് ഒന്ന് സംസാരിക്കണമെന്നാണ് സന്ധ്യ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത്. സന്ധ്യയുടെ ആഗ്രഹപ്രകാരം മെഗാസ്റ്റാർ സന്ധ്യയെ വീഡിയോ കോൾ വിളിക്കുകയും സമാധാനിപ്പിക്കുകയുമായിരുന്നു. തന്റെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന കാര്യം കരഞ്ഞുകൊണ്ടായിരുന്നു സന്ധ്യ മമ്മൂട്ടിയോട് പറഞ്ഞത്. ഇത് കേട്ട് സന്ധ്യയെ സമാധാനിപ്പിച്ച മമ്മൂക്ക വിഷമിക്കേണ്ട, പറ്റുന്ന പരിഹാരം ചെയ്യാമെന്ന് പറഞ്ഞ് മമ്മൂട്ടി സന്ധ്യയെ സമാധാനിപ്പിച്ചു. ഹലോ, കാലിന് വേദനയൊക്കെ ഉണ്ട്, കുറവായി വന്നു സാറേ. ഒരു കാലം മുറിച്ചു മാറ്റേണ്ടി വന്നു. സമയമാകുമ്പോൾ അവർ കാല് വേറെ വെച്ചു തരും കേട്ടോ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് മമ്മൂട്ടി സന്ധ്യയെ ആശ്വസിപ്പിച്ചു. ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിടുന്ന സന്ധ്യയ്ക്ക് എല്ലാ സഹായങ്ങളും തുടരുമെന്ന് മമ്മൂട്ടി ഉറപ്പു നൽകി. കൂടെ ഉണ്ടാകുമെന്ന് ആശ്വസിപ്പിച്ചാണ് മമ്മൂട്ടി കോൾ കട്ടാക്കിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.